ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ആളുകൾക്കായുള്ള തെരച്ചിൽ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി സംശയിക്കുന്നുവെന്ന് കാണാതായ അർജുൻ്റെ ബന്ധു ജിതിൻ പരാതിപ്പെടുന്നു. പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത്. കേരള സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നും ജിതിൻ ആവശ്യപ്പെട്ടു. ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് പുനരാരംഭിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കുടുംബത്തിന് ലഭിച്ച ഏറ്റവും ഒടുവിലത്തെ വിവരം. എന്നാൽ ജില്ലാ കളക്ടറുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം നിലവിലെ ആ പുഴയിലെ അടിയൊഴുക്ക് 5.5 നോട്ട്സ് ആണെന്നും അത് 3 നോട്ട്സിലെത്താതെ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയില്ല എന്നുമാണ് പറയുന്നത്. പക്ഷേ അവിടുത്തെ സാഹചര്യം നിലവിൽ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്, തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അർജുൻ്റെ കുടുംബം 24-നോടൊപ്പം ചേരുന്നത്. അർജുൻ്റെ സഹോദരി ഭർത്താവുമാണ് 24-നോടൊപ്പം ചേരുന്നത്. ഈ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടം നമ്മളെ അറിയിക്കുന്നത്. ഏറ്റവും ഒടുവിൽ AK മഷ്റഫ് പറയുന്ന അനുസരിച്ച് 4.5 നോട്ട്സ് ആയിരുന്നു അടിയൊഴുക്ക്. പക്ഷേ ഇപ്പോൾ ജില്ലാ കളക്ടർ അതിന് വിപരീതമായി 5.5 നോട്ട്സിലെത്തി എന്ന് പറയുന്നു. ഇതിനൊക്കെ എങ്ങനെയാണ് കുടുംബം കാണുന്നത്? അതെ, പരസ്പര ബന്ധമില്ലാത്തൊരു കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം AK അഷ്റഫ് MLA കിട്ടിയ ഇൻഫർമേഷൻ 4.5 എന്നാണ് അവർ ഇൻഫോം ചെയ്തതെന്നാണ് പറയുന്നത്. ഇപ്പോഴാണ് പറയുന്നത് അത് 5.4 എന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അത് എങ്ങനെയാണ് അതിൻ്റെ മാറ്റം എന്നൊന്നും നമുക്കറിയാൻ പറ്റുക. ഈ തെരച്ചിലപ്പോൾ പുനരാരംഭിക്കാതിരിക്കാൻ മനഃപൂർവ്വം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നതായി നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ബാംഗ്ലൂർ പോയി അവർ ചർച്ച ചെയ്ത പ്രകാരം 2 ദിവസം കൊണ്ട് ആരംഭിക്കുമെന്ന ഇൻഫർമേഷനാണ് ഞങ്ങൾക്ക് പാസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇതുവരെ നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഫോൺ കോളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ദുഃഖപൂർവ്വം ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. അതുതന്നെയാണ് കുടുംബത്തിൻ്റെ പ്രതികരണമാണ് കണ്ടത്. കാരണം ഇന്ന് തെരച്ചിൽ പുനരാരംഭിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ജില്ലാ കളക്ടർ കുടുംബത്തോട് പറയുന്ന കാര്യങ്ങളും മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങളും വെവ്വേറെയാണ്. അതിൽ നിന്നും കുടുംബം മനസ്സിലാക്കുന്ന കാര്യം ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ ഒരു മനഃപൂർവ്വമായിട്ടുള്ള വൈകൽ, ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതിനുവേണ്ടി ഇനി സംസ്ഥാന സർക്കാരിൻ്റെ കേരള സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇതുമായി ബന്ധപ്പെട്ട് അർജുൻ്റെ കുടുംബത്തിൻ്റെ നിലവിലെ തീരുമാനം. പ്രജ്വൽ സുരേഷിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.